നമുക്കിത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു എഗ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം 2 പച്ചമുളക് എടുത്ത് നമുക്ക് നല്ല കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ അല്പം സ്പീഡിൽ അരിയാൻ വേണ്ടിയാണ് നോക്കിയത്. ഇങ്ങനെ നടക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടി കൊടുത്തു. പകുതി ഉള്ളി സവാള എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഞുറുക്കിയെടുക്കാം. പിന്നെ നമ്മളിതിന് 2 മുട്ടയാണ് എടുക്കുന്നത്. 2 അല്ലെങ്കിൽ 3 മുട്ട എടുക്കാം. 3 ആകുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കിട്ടും. നിങ്ങളെടുക്കുമ്പോൾ 3 മുട്ട എടുത്ത് ബീറ്റ് ചെയ്തെടുത്തോളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയുടെയും ഇതെല്ലാം കൂടെ ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മുടെ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 മുട്ട എടുത്തത് കൊണ്ട് അത്ര കട്ടി ഇല്ല. അപ്പോൾ 3-4 മുട്ട എടുക്കുന്നതാവും നല്ലത്. അതിലേക്ക് നമ്മൾ ബ്രെഡ് 2 സൈഡിലാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുട്ട ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അതൊന്ന് മറിച്ച് ഈ ബ്രെഡിൻ്റെ പുറത്തേക്കിട്ട് മടക്കി 2 സൈഡും ഒന്ന് മറിച്ചിട്ട് ഒന്ന് പൊരിച്ച് ഇങ്ങെടുത്താൽ നമ്മുടെ അടിപൊളി എഗ് സാൻഡ്വിച്ച് റെഡിയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കഴിക്കാനായിട്ട് ഒരാൾ തയ്യാറായിട്ട് ഫ്രെയിമിൻ്റെ സൈഡിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ആൻഡ് പ്രോട്ടീനൊക്കെ ഉള്ള ഡിഷാണ്. ഓക്കെ.